HSA Natural Science. ഇതിൽ നമ്മൾ മൊഡ്യൂൾ 1 അനിമൽ ഡൈവേഴ്സിറ്റി, അലാബിറ്റേക്കസ് ഫൈക്കിനം ക്ലാസിഫിക്കേഷൻ, പ്രോട്ടിസ്റ്റ സേലിയൻ ഫീച്ചേഴ്സ്, പാരസൈറ്റിക് പ്രോട്ടോസോവൻസ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ട്രിപ്പിനോസോമ ഗാംബിയൻസ്, പ്ലാസ്മോഡിയം വിവേക്സ്. ഇത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കിങ്ഡം അനിമേലിയ അതിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സെല്ലുലാർ, ടിഷ്യൂ, ഓർഗാൻ, സിമെട്രി, സീലോം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈലം, നോൺ കോഡേറ്റ, അതിൽ തന്നെ പല ഫൈലമുണ്ട്. സിലിൻഡ്രേറ്റ, പ്ലാറ്റിഹെൽമിൻറ്റസ്, നിമറ്റോഡ, അനിലിഡ, ആർത്രോപോഡ, മുളസ്ക, എക്കിനോഡെർമേറ്റ, പിന്നെ ഫൈലം കോഡേറ്റ. ഓക്കെ, ഇത് അനിമൽ കിങ്ഡമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിലേക്ക് കിടക്കാം. ഓർക്കാം, എന്താണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ? അപ്പോൾ കിങ്ഡം അനിമേലിയ, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അനിമൽസിനെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനെ ആസ്പദമാക്കി 5 ടൈപ്പായി തരംതിരിക്കാം. The organisms are divided into 5 types based on levels of organization. ഓർക്കുക, ഒന്നാമത്തതാണ് പ്രോട്ടോപ്ലാസ്മിക് ഓർ എസെല്ലുലാർ ലെവൽ. എന്താണിത്? Protoplasmic or acellular level occurs in protozoa where organism is made up of single cell. Protozoa means first animal എന്നാണ്. Here the organism is made up of single cell. അപ്പം നമുക്ക് അതിനെ എന്ത് വിളിക്കാം? സിംഗിൾ സെല്ലാണ് ആ ഓർഗനൈസേഷൻ at the level of protoplasm. At the level of ഓർക്കുക, ഒരു സെല്ലെന്ന് പറയുമ്പോഴോ ഇത് സെൽ മെമ്പറൈൻ, ഓക്കെ, അതിനുള്ളിൽ സൈറ്റോപ്ലാസം, ദെൻ ന്യൂക്ലിയസ്. പ്രോകാരിയോട്ടിക് സെല്ല്, നമ്മൾ യൂക്കാരിയോട്ടിക് സെല്ല് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ഇതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് നമുക്ക് പ്രോട്ടോപ്ലാസ്റ്റ് എന്നോ അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്നോ പറയാം. അപ്പോൾ ഇവിടെ പ്രോട്ടോപ്ലാസ്മിക് ഓർ എസെല്ലുലാർ ലെവൽ ഓഫ് ഓർഗാനിസം മീൻസ് ഒറ്റ, ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലാണ്. ഫോർ എക്സാമ്പിൾ അമീബ. അമീബ എന്ന ഓർഗാനിസം എടുത്താൽ ആ ഓർഗാനിസത്തിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഒൺലി പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ്. ഈ ലെവലിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസ്മിക് ഓർ എസെല്ലുലാർ ലെവൽ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് സെല്ലുലാർ ലെവൽ. അപ്പോൾ നമുക്കറിയാം സെല്ലുലാർ ലെവൽ മീൻസ് ബോഡി കൺസിസ്റ്റ് ഓഫ് മെനി സെൽസ്. ബോഡിയിൽ ധാരാളം സെല്ലുണ്ടാകാം, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ. ബട്ട് നോട്ട് ഓർഗനൈസ്ഡ് into tissues. എന്നാൽ അതെന്തായി മാറുന്നില്ല? ടിഷ്യൂസായി മാറുന്നില്ല. കാരണം എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിത്ത് എ സിമിലർ സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് ഒറിജിൻ. ഒരു കൂട്ടം സെല്ലുകൾക്ക് ഒരു ഘടന, ഒരു ഫങ്ഷൻ, ഒരു ഒറിജിൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ പേര് വിളിക്കേണ്ടത്? ടിഷ്യൂ എന്നാണ്. എന്നാൽ ഇൻ ദിസ് കേസ് ദ സെൽസ് ആർ നോട്ട് ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസ്. പക്ഷേ ഇവിടെ സം ഡിവിഷൻ ഓഫ് ലേബർ. ഒക്കേഴ്സ്. ഇപ്പോൾ ധാരാളം സെല്ലുണ്ടെങ്കിൽ തന്നെ ടിഷ്യൂസ് ആയിട്ട് ഓർഗനൈസ് ചെയ്തില്ലെങ്കിൽ തന്നെയും ഇവിടെ ഈ മെനി സെൽസിന് അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ടാകും.
അതാണ് സെല്ലുലാർ ലെവൽ. ഇനി ഇത് 2 ടൈപ്സ് ഉണ്ട്, ഓർക്കുക. സെല്ലുലാർ ലെവൽ മേ ബി ഓഫ് 2 കൈൻഡ്സ് ഓർ 2 ടൈപ്സ്. ഇത് 2 ഇതിലുണ്ട്. ഒന്ന് സെല്ലുലാർ കോളനി ലെവൽ. ഓക്കെ, എന്താണ് സെല്ലുലാർ കോളനി ലെവൽ? ഇതാണ്. ഇത് വോൾവോക്സ് എന്ന് പറയും. ഇത് എന്താ പറയുക, കൊളോണിയൽ. ഇപ്പോൾ യൂണിസെല്ലുലാർ ആണ്, പക്ഷേ ഇതൊരു ഗ്രൂപ്പായിട്ടാണ് കാണുക. ഇതൊരു സ്പെറിക്കൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബ് സ്ട്രക്ചറായി കാണുന്നു, അല്ലെങ്കിൽ ഒരു ഗോളാകൃതിയായി കാണുന്നു. ഇത് ഓരോന്നും യൂണിസെല്ലുലാറുമാണ്. ഇപ്പോൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇത് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് ആണ്. ഇത് അപ്പോൾ ഈ ഗ്രൂപ്പിൽ പെരിഫറൽ സൈഡിലുള്ള സെല്ലുകളിൽ നിന്നും വെളിയിലോട്ട് നമ്മൾ നോക്കിയാൽ ഇതാണ് ഫ്ലജെല്ലയാണ്. അപ്പോൾ അതനുസരിച്ച് ഇതിങ്ങനെ മൂവ്മെൻറ്റും ഇതിന് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോളനിയാണ്, ധാരാളം സെല്ലുകളുണ്ട്, അവ ഒരു കോളനിയായി കാണപ്പെടുന്നു. അപ്പോൾ അതാണ് സെൽസാർ. ആ കോളനിയിലെ സെല്ലുകൾ സിമിലറാണ്. അപ്പോൾ സെല്ലുലാർ കോളനി ലെവൽ എന്ന് പറയുമ്പോൾ സെൽസാർ സിമിലർ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മൾ കാണുകയുണ്ടായത് വോൾവോക്സ്. അത് ആൽഗെ എന്നും പറയുന്നുണ്ട്. ആൻഡ് ആൾസോ സം സെല്ലുലാർ സ്ലൈം മോൾസ്. സെല്ലുലാർ സ്ലൈം മോൾസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഈ സ്ലൈം മോൾസിനെയൊക്കെ പ്രോട്ടോസോവയിലാണ് പഴയ ക്ലാസിഫിക്കേഷൻസ് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് പറയുക. ഇനി രണ്ടാമത്തത് 2 ടൈപ്സിൽ രണ്ടാമത്തെ ടൈപ്പാണ് സെല്ലുലാർ അഗ്രിഗേറ്റ് ലെവൽ. എന്താണ് സെല്ലുലാർ അഗ്രിഗേറ്റ് ലെവൽ? ഇൻ ദിസ് കേസ് സെൽസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്നാണ്. അതിന് എക്സാമ്പിളാണ് ഫൈലം പോറിഫറ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഓർഗാനിസത്തെയാണ് നമ്മൾ സ്പോഞ്ചസ് എന്ന് പറയുക. പോറിഫറ എന്ന് വെച്ചാൽ പോർ അല്ലെങ്കിൽ ഓപ്പണിങ്സ്, പോർ ബിയറിങ് ആനിമൽസ് എന്നാണ്. അപ്പോൾ ഈ സ്പോഞ്ചസ് നമ്മളിനി പഠിക്കുന്നുണ്ട്. അവിടെയും ഈ സെല്ലുലാർ ലെവലാണെങ്കിൽ തന്നെയും സെല്ലുലാർ അഗ്രിഗേഷൻ ആണെന്ന് വെച്ചാൽ സെല്ലിൻ്റെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഓഫ് സെൽസിന് സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ അത് ടിഷ്യൂ ആയി മാറുന്നില്ല, പക്ഷേ അത് കൂട്ടത്തോടെ നിൽക്കുന്നുണ്ട്. അതാണ് സെൽസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഇപ്പോൾ ഇവിടെ ഓർക്കുക, ഇവിടുത്തെ സെല്ലെന്ന് പറയുമ്പോൾ സിമിലർ ആണ്, പക്ഷേ ഇവിടുത്തെ പലതരത്തിലുള്ള സെല്ലുകൾ ഉണ്ടാകാം. ഇവിടെ ഒരേ കണക്കുള്ള സെല്ലുകൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഈ സെല്ലുകളെല്ലാം ഒരേ കണക്കുള്ളതാണ്. അപ്പോൾ അതാണ് സെല്ലുലാർ കോളനി ലെവൽ. രണ്ടാമത്തത് സെല്ലുലാർ അഗ്രിഗേറ്റ് ലെവൽ. അഗ്രിഗേറ്റ് ലെവൽ ആകുമ്പോഴത്തേക്ക് സെല്ലുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് സ്പോഞ്ചസ്. ഓർക്കുക. അപ്പോൾ നമ്മൾ ഒന്ന് പ്രോട്ടോപ്ലാസ്മിക്, 2 സെല്ലുലാർ ലെവൽ. ഓക്കെ, ഇനി മൂന്നാമതാണ് ടിഷ്യൂ ലെവൽ. തേർഡ് വൺ ടിഷ്യൂ ലെവൽ. അപ്പോൾ ടിഷ്യൂ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ടിഷ്യൂ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിത്ത് സെയിം സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് ഒറിജിനാണ്. അപ്പം ഇങ്ങനെയുള്ള ഓർഗാനിസം നമ്മളിപ്പം പ്രോട്ടോപ്ലാസ്മിക് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗാനിസം ഉണ്ട്. അത് നമ്മൾ അമീബ പോലുള്ള ഓർഗാനിസമാണ്. അതേപോലെ സെല്ലുലാർ ലെവൽ, അതിനപ്പോഴത്തേക്ക് 2 എണ്ണമുണ്ട്. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർക്കുക, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ സെല്ല് ടിഷ്യൂ ലെവൽ എന്നും പറയാം. സെല്ല് ടിഷ്യൂ ലെവൽ എന്ന് വെച്ചാൽ അർത്ഥം സെല്ല് എന്തായി മാറിയിരിക്കുകയാണ്, ടിഷ്യൂസായി മാറിയിരിക്കുകയാണ്. ഓർക്കുക. അപ്പോൾ ബോഡി മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ഇനി സെൽസ് ഓർഗനൈസ്ഡ് ഇൻടു ടിഷ്യൂസ്. ഓർഗനൈസ്ഡ് ഇൻടു ടിഷ്യൂസ്. ഓർക്കുക. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് സീലൻഡ്രേറ്റ. നമ്മളിനി ഇത് പഠിക്കും. എക്സാമ്പിൾ സീലൻഡറേറ്റ, സീലൻഡറേറ്റ്സ് അല്ലെങ്കിൽ നിഡേറിയൻസ്, അത് നമ്മൾ പഠിക്കാം. അതിനകത്താണ് ഒബീലിയ, അതോടൊപ്പം തന്നെ ഹൈഡ്ര, ഇതൊക്കെ ഉൾപ്പെടുന്ന വിഭാഗമാണ് സീലൻഡ്രേറ്റ. ഇനി അടുത്തതാണ് ടീനോഫോറ. ടീനോഫോറ
ഓർക്കുക. ടീനോഫോറ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടീനോഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ സീലൻഡ്രേറ്റ ടീനോഫോറ ഇതിനകത്ത് ഉൾപ്പെടുന്ന ഓർഗാനിസംസ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. ഓക്കെ, ഇനി ഫോർത്ത് വൺ ഓർഗാൻ ലെവൽ. അപ്പോൾ ടിഷ്യൂ ലെവൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, സെല്ല് ടിഷ്യൂ ആയി മാറുന്നു. ഇനി ഇവിടെ ആ ടിഷ്യൂ എന്തായി മാറുന്നു? ഓർഗാനായി മാറുന്നു. അപ്പോൾ ഓർഗാൻ ലെവൽ മീൻസ് ടിഷ്യൂ ഓർഗാൻ ലെവൽ. അപ്പോൾ ടിഷ്യൂ ഓർഗാനായി മാറുക, നമ്മൾ സെല്ല് പറഞ്ഞു, അത് ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിത്ത് സെയിം സ്ട്രക്ചർ ഫങ്ഷൻ ആൻഡ് ഒറിജിൻ, അത് ടിഷ്യൂ. ഇനി ഈ ഗ്രൂപ്പ് ഓഫ് സെല്ല് ടിഷ്യൂസ് തന്നെ ഒന്ന് ചേർന്ന് അതിനൊരു കോമൺ ഫങ്ഷൻ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓർഗാൻ, അവയവം. അപ്പോൾ ഇതും മൾട്ടി സെല്ലാർ തന്നെയാണ്. ഇവിടെയും സെൽസ് ഓർഗനൈസ്ഡ് ഇൻടു ടിഷ്യൂസ്. ഓക്കെ, ഇനി ടിഷ്യൂസ് ഓർഗനൈസ്ഡ് ഇൻടു ഓർഗാൻസ്. ഓർക്കണം, ഇവിടെ ടിഷ്യൂ എന്തായി മാറിയിരിക്കുകയാണ്? ഓർഗാൻസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടേപ്പ് വോംസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാറ്റ് ഹെൽമിന്തസ് എന്ന് പറയും. ടേപ്പ് വോംസ്, പ്ലാറ്റ് ഹെൽമിന്തസ്, ഇത് പ്രിമിറ്റീവ് ഓർഗാൻ ലെവലാണ്. പ്രിമിറ്റീവ് ഓർഗാൻ ലെവൽ ഓർഗനൈസേഷൻ കാണുന്നത് പ്ലാറ്റ് ഹെൽമിന്തസ് അല്ലെങ്കിൽ പ്ലാറ്റ് വോംസ് എന്ന് പറയും. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ, ലാസ്റ്റ് വൺ, ഓർഗാൻ സിസ്റ്റം ലെവൽ. അപ്പോൾ ഹയർ ഓർഗാനിസം എല്ലാം അതിൽ തന്നെയാണ്, നമ്മളൊക്കെ അതിൽ വരുന്നത് ഓർഗാൻ സിസ്റ്റം. അപ്പോൾ ഓർഗാൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് മൾട്ടി സെല്ലുലാറാണ്, ഓർക്കുക. അത് കഴിഞ്ഞാൽ സെൽസ് ഓർഗനൈസ്ഡ് ഇൻടു ടിഷ്യൂസ്. And also tissues organized into organ. ഇനി എന്താണ്? ഓർഗാൻസ് ഓർഗനൈസ്ഡ് ഇൻടു ഓർഗാൻ സിസ്റ്റംസ്. അപ്പോൾ അതെന്താണ്? ഇപ്പോൾ ടിഷ്യൂ ഓർഗാൻ നമ്മൾ പറഞ്ഞു. ഇനി ഇങ്ങനെയുള്ള കുറേ ഓർഗാൻ ചേർന്ന് ഒരു ഗ്രൂപ്പായി മാറും, അതാണ് ഓർഗാൻ സിസ്റ്റം. ആൻഡ് ആൾസോ ദിസ് ഓർഗാൻ സിസ്റ്റം ആർ സ്പെസിഫിക് ഫങ്ഷൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കേസ് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, നെർവസ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, സ്കെലിറ്റൽ സിസ്റ്റം, ദീസ് ആർ ഓർഗാൻ സിസ്റ്റംസ്. അപ്പോൾ ഓർഗാൻ സിസ്റ്റംസ് ഈസ് എ കളക്ഷൻ ഓഫ് ഓർഗാൻസ് വിത്ത് സ്പെസിഫിക് ഫങ്ഷൻസ്. അപ്പോൾ അത് ഹയർ ഓർഗാനിസംസ് എല്ലാം ഇത് തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇത് കഴിഞ്ഞാൽ അനലിഡ, എർത്ത് വോം ഉൾപ്പെടുന്ന വിഭാഗമാണ് അല്ലെങ്കിൽ ഫൈലമാണ് അനലിഡ. അപ്പോൾ അനലിഡ 2 നമ്മൾ ഉൾപ്പെടുന്നത് ഏതാ? കോർഡേറ്റ്സ് അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ്സ്. ഇതെല്ലാം ഓർഗാൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഓർക്കുക. ഇനി പ്രിമിറ്റീവ് ഓർഗാൻ സിസ്റ്റം ലെവൽ കാണുന്നത് നിമാൽ ഹെൽമിന്തസ് എന്ന് പറയും, അല്ലെങ്കിൽ ആഷ് ഹെൽമിന്തസ്. പ്രിമിറ്റീവ് organ system level we found in Nimal helminthus. അതാണ് റൗണ്ട് വോംസ് എന്ന് പറയും, അല്ലെങ്കിൽ നിമറ്റോഡ്സ് എന്ന് പറയും. നിമാൽ ഹെൽമിന്തസ് അതിലെ പ്രിമിറ്റീവ് ഓർഗാൻ സിസ്റ്റം ലെവലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പം 3 ലെവലാണ്: സെൽസ്, ടിഷ്യൂസ്, ഓർഗാൻ സിസ്റ്റം. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഓർക്കുക, അതാണ് സിമട്രി, സമാനത. അപ്പോൾ സിമട്രിയിൽ ചില ഓർഗാനിസംസ് നമ്മൾ എങ്ങനെ മുറിച്ചാലും ദേ കനോട്ട് ബി ഡിവൈഡഡ് ഇൻടു ഈക്വൽ ഹാഫ്സ്. അതിനെ നമ്മൾ എങ്ങനെ മുറിച്ചാലും തുല്യ ഭാഗങ്ങളായി മുറിക്കാൻ കഴിയില്ല. അതിനെ വിളിക്കുന്ന പേരാണ് എസിമട്രി. ഓർക്കുക, അപ്പോൾ സിമട്രി ഇല്ല എന്നാണ് അർത്ഥം. എസിമട്രി ഓർക്കുക. The body does not divide into 2 similar halves.
അതാണ് ബൈ എനി പ്ലെയിൻ, ഏത് പ്ലെയിനിലേക്ക് ഏത് പ്രതലത്തിലൂടെ മുറിച്ചാലും അതാണ് എസിമെട്രിക്കൽ, സമാനതയില്ലാത്തത്. ഫോർ എക്സാമ്പിൾ അമീബ ആൻഡ് ആൾസോ സ്പോഞ്ചസ്. ഓർക്കണം, അപ്പോൾ അമീബയൊക്കെ പ്രോട്ടിസ്റ്റലാണ് ഇപ്പോൾ വരുന്നത്. പുതിയ ക്ലാസിഫിക്കേഷൻ, പഴയ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അത് പ്രോട്ടോസോവയാണ്, ഫസ്റ്റ് അനിമൽസാണ്. സ്പോഞ്ചസ് ഒക്കെയാണ്, സ്പോഞ്ചസ് ഫൈലം പോറിഫെറയിലാണ്. അതാണ് എസിമെട്രിക്കലാണ്. ഓക്കെ, ഇനി അടുത്തത് സ്പെറിക്കൽ ഓർ യൂണിവേഴ്സൽ സിമെട്രി ഉണ്ട്. അതെന്താണ്? രണ്ട്. അപ്പോൾ ഒന്ന് സിമെട്രിക്കൽ, രണ്ട് സ്പെറിക്കൽ ഓർ യൂണിവേഴ്സൽ. സ്പെറിക്കൽ ഓർ VRSIL, യൂണിവേഴ്സൽ സിമെട്രി. ഓർക്കുക, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് സ്പെറിക്കൽ ഓർ യൂണിവേഴ്സൽ സിമെട്രി എന്ന് പറഞ്ഞാൽ. ഇത് കൊളോണിയൽ വോൾവോക്സ് അല്ലെങ്കിൽ ചില കോറൽസും ഉണ്ട്. കോറൽസ് എന്ന് വെച്ചാൽ സിലൻഡ്രേറ്റിൽ വരുന്നതാണ്. കോറൽ റീഫ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പവിഴ ദ്വീപുകളെന്നോ അതൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ കോറൽ ഐലൻഡ്സ്, പവിഴ ദ്വീപുകൾ, പവിഴപ്പുറ്റുകൾ. അപ്പോൾ ചില കോറൽസിലും ഇത് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കൊളോണിയലാണ്. അപ്പോൾ ഇതിൽ ഡിവിഷൻ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇതിന് 2 ഈക്വൽ ഹാഫ്സ് ബൈ എനി പ്ലെയിൻ ഓഫ് ഡിവിഷൻ ത്രൂ ഇറ്റ് സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്ററിലൂടെ നമ്മൾ ഏത് പ്ലെയിനിൽ കൂടെ നോക്കുക, സെൻട്രൽ കൂടെ നമ്മൾ ഏത് പ്ലെയിനിൽ കൂടെ മുറിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഗോളത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്പെറിക്കൽ ഫോമിൻ്റെ സെൻട്രൽ ആക്സിസിലൂടെ ഏത് പ്ലെയിനിൽ കൂടെ മുറിച്ചാലും 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. അപ്പോൾ ഇത് സ്പെറിക്കൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബാണ്, ഗോളമാണ്. അതാണ് സ്പെറിക്കൽ യൂണിവേഴ്സൽ സിമെട്രി. 2 ഈക്വൽ ഹാഫ്സ് are formed by any plane of division through the center. അത് ഓർക്കുക. അപ്പോൾ കൊളോണിയൽ ആൽഗയിലാണ് ഇത് കാണപ്പെടുക. ഇതിന് എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വോൾവോക്സ് ആൻഡ് ആൾസോ സം കോറൽസ് ഫൈലം സിലിൻഡ്രേറ്റിൽ വരുന്നതാണ്. അത് നമ്മളിനി പഠിക്കും. ഓക്കെ, ഇനി അത് സ്പെറിക്കൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സിമെട്രി. ഓക്കെ, തേർഡ് വൺ റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി നമുക്കറിയാം. ഇപ്പോൾ സ്പോഞ്ച് നമ്മൾ കാണുകയുണ്ടായി. ഇതാണ് സ്പോഞ്ച്. ഓർക്കുക, സ്പോഞ്ചാണിത്. നമ്മൾ എങ്ങനെ മുറിക്കുകയാണെന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതാണെങ്കിൽ എങ്ങനെ മുറിച്ചാൽ തന്നെ 2 ഈക്വൽ ഹാഫ്സ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ സിമെട്രിക്കൽ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ രണ്ടാമത്തത് സ്പെറിക്കൽ സിമെട്രി, ഇത് പറഞ്ഞു വോൾവോക്സ്. ഇനി മൂന്നാമത്തതാണ് റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി ഇത് ഫൈലം എക്കിനോഡെർമേറ്റ, സ്റ്റാർ ഫിഷ്. അതായത് സെൻട്രൽ ആക്സിസ് ആണ്. സെൻട്രൽ ആക്സിസിലൂടെ ഏത് പ്ലെയിനിൽ കൂടെ നമ്മൾ മുറിക്കുകയാണെങ്കിലും 2 തുല്യ ഭാഗങ്ങൾ കിട്ടും. ഓർക്കുക, സെൻട്രൽ ആക്സിസിലൂടെ ഏത് പ്ലെയിനിൽ കൂടെ മുറിച്ചാലും 2 തുല്യ ഭാഗങ്ങൾ കിട്ടുകയാണെങ്കിൽ അതാണ് റേഡിയൽ സിമെട്രി. അപ്പം ബോഡി ഈസ് ഡിവിസിബിൾ ഇൻറ്റു 2 സിമിലർ ഹാഫ്സ്. അപ്പോൾ ഏത് പ്ലെയിനാണ്, പക്ഷേ ആ പ്ലെയിൻ എനി വെർട്ടിക്കൽ പ്ലെയിൻ ത്രൂ സെൻട്രൽ ആക്സിസ്. വെർട്ടിക്കൽ പ്ലെയിൻ ആയിരിക്കണം, പക്ഷേ അത് പാസിങ് ത്രൂ സെൻട്രൽ ആക്സിസ്. അപ്പോൾ സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ഏത് വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ ഇട്ടാണെങ്കിലും ഏതിലേ കൂടി നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ ഇടുകയാണെങ്കിലും അത് 2 തുല്യ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ, ഓർക്കുക, ഇത് ഇങ്ങനെയാണെങ്കിലോ ഏത് പ്ലെയിൻ, പക്ഷേ സെൻട്രൽ ആക്സിസിലൂടെ അത് പാസ് ചെയ്യണം. അപ്പോൾ 2 തുല്യ ഭാഗങ്ങൾ കിട്ടുകയാണെങ്കിൽ അതാണ് റേഡിയൽ സിമെട്രി. അതിന് എക്സാമ്പിളാണ് സിലിൻഡ്രേറ്റിൽ വരുന്ന ഹൈഡ്ര, അതേപോലെ എക്കിനോഡേംസ്, അതാണ് സ്റ്റാർ ഫിഷ്. ഇത് റേഡിയൽ സിമെട്രിയാണ്. ഓക്കെ, ഇനി അടുത്ത സിമെട്രിയാണ് ബൈ റേഡിയൽ സിമെട്രി. ഓക്കെ, എന്താണ് ഈ ബൈ റേഡിയൽ സിമെട്രി? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബൈ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഓർക്കുക,
ഇത് റേഡിയൽ സിമെട്രി തന്നെയാണ്. പക്ഷേ റേഡിയൽ സിമെട്രി ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, രണ്ട് തുല്യ ഭാഗങ്ങൾ കിട്ടാൻ ഏത് വെർട്ടിക്കൽ പ്ലെയിനിൽ സെൻട്രൽ ആക്സിസിലെ ഏത് വെർട്ടിക്കൽ പ്ലെയിനിൽ കൂടെ മുറിച്ചാലും ഇത് റേഡിയൽ സിമെട്രിയാണ്. അപ്പോൾ ഈ സെൻട്രൽ ആക്സിലൂടെ എങ്ങനെ മുറിച്ചാലും രണ്ട് തുല്യ ഭാഗങ്ങൾ കിട്ടും. എന്നാൽ ഇത് സംവാട്ട് ഓവൽ ഷേപ്പ്ഡ് ബോഡിയാണ്. അതേപോലെ ഇതിനകത്ത് ചില ഔട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ ടെൻഡക്കിൾസ് കാണപ്പെടാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കോമ്പ് ജെല്ലീസ് എന്ന് പറയും. ഓർക്കുക, ഈ കോമ്പ് ജെല്ലീസ് എന്ന് പറഞ്ഞാൽ അതിന് ടെൻഡക്കിൾസ് ഉണ്ട്, ലാറ്ററൽ ടെൻഡക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ ആക്സിസിലൂടെ രണ്ട് പ്ലെയിനിൽ കൂടെ മുറിച്ചെങ്കിൽ മാത്രമേ, രണ്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ കൂടെ മുറിച്ചെങ്കിൽ മാത്രമേ അത് ഈക്വൽ ഹാഫ്സ് കിട്ടുകയുള്ളൂ. രണ്ടെണ്ണം ഇങ്ങനെ മുറിക്കേണ്ടി വരും, ഇങ്ങനെ മുറിക്കേണ്ടി വരും. കാരണം ഇങ്ങനെ മുറിച്ചാലും ഇത് ഓവൽ ഷേപ്പാണ്. അപ്പം രണ്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ മുറിക്കുമ്പോൾ മാത്രം രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുക. അപ്പോൾ ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ ഈക്വൽ ഹാഫ്സ് കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈ റേഡിയൽ സിമെട്രി. ഓർക്കുക, ബൈ റേഡിയൽ സിമെട്രി ഈസ് എ റേഡിയൽ സിമെട്രി, വേണമെങ്കിൽ റേഡിയൽ സിമെട്രി എന്ന് പറയാം, where body can be divided into two equal parts by two vertical planes. ഓർക്കുക, രണ്ട് വെർട്ടിക്കൽ പ്ലെയിൻസോടെ മുറിച്ചെങ്കിലേ അവയ്ക്ക് നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടുകയുള്ളൂ. അതിന് എക്സാമ്പിളാണ് കോമ്പ് ജെല്ലീസ്. ഓർക്കുക, അല്ലെങ്കിൽ ടീനോഫോർസ് എന്ന് പറയും. ടീനോഫോറയിലാണ് സിലിണ്ടറേറ്റ് കഴിഞ്ഞാൽ അടുത്തതാണ് ടീനോഫോറ. അതിന് കോമ്പ് ജെല്ലീസ് എന്ന് പറയാൻ കാര്യം കോമ്പോ ചീപ്പിൻ്റെ ആ പല്ലുകൾ പോലുള്ള അതിന് ഘടനാവിശേഷം ഉള്ളത് കൊണ്ടാണ് അതിനെ കോമ്പ് ജെല്ലീസ് എന്ന് വിളിക്കുക. ഇനി ഇത് വരാൻ കാരണം വെച്ചാൽ ഡ്യൂ ടു ദ ഒക്കറൻസ് ഓഫ് ടു ലാറ്ററൽ ടെൻഡക്കിൾസ്. അപ്പോൾ ഇതിൻ്റെ ബോഡിയിൽ നിന്നും രണ്ട് ലാറ്ററൽ ടെൻഡക്കിൾസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ രണ്ട് പ്ലെയിനിൽ കൂടെ മുറിച്ചെങ്കിലേ രണ്ട് തുല്യ ഭാഗങ്ങൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ബൈ റേഡിയൽ സിമെട്രി എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് സിമെട്രി, അഞ്ചാമത്തത് ബൈലാറ്ററൽ സിമെട്രിയാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് ബൈലാറ്ററൽ, ലാസ്റ്റ് വൺ ബൈലാറ്ററൽ. ഓക്കെ, ബൈലാറ്ററൽ സിമെട്രി ബോഡി ക്യാൻ ബി ഡിവൈഡ് ഓൺലി വൺ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ കൂടെ മുറിക്കുമ്പോൾ മാത്രം രണ്ട് തുല്യ ഭാഗങ്ങൾ കിട്ടും. നോക്കാം, അതായത് നോക്കുക, ഇത് ഇൻസെക്റ്റ് ആണ്. ഇതിൻ്റെ ഈ ഒരു പ്ലെയിനിൽ കൂടെ മുറിച്ചെങ്കിൽ മാത്രമേ രണ്ട് തുല്യ ഭാഗങ്ങൾ കിട്ടത്തുള്ളൂ. അനിമൽസും നമ്മൾ ഹെയറും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഏത് തന്നെയാണ് ബൈലാറ്ററൽ സിമെട്രിയാണ്. അപ്പോൾ ഒരു പ്ലെയിനിൽ കൂടെ മുറിച്ചെങ്കിൽ മാത്രമേ രണ്ട് തുല്യ ഭാഗങ്ങൾ കിട്ടുകയുള്ളൂ. അതാണ് ബൈലാറ്ററൽ സിമെട്രി. ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു ഈക്വൽ ഹാഫ്സ്. എങ്ങനെയാണ്? ബൈ only one plane, only one plane along longitudinal axis. അങ്ങനെ വേണമെങ്കിൽ പറയാം, longitudinal axis of body, axis AXIS, longitudinal axis. ഓർക്കുക, ഇതാണ് longitudinal axis. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലൂടെ മുറിച്ചെങ്കിൽ മാത്രമേ രണ്ട് തുല്യ ഭാഗങ്ങൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ബൈലാറ്ററൽ സിമെട്രി. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാറ്റിഹെൽമിന്തസ്, നമ്മൾ ടേപ്പ് വേം പറഞ്ഞു. എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്തസ് ടു കോർഡേറ്റ്സ്. എല്ലാം വരുന്നു. ആഷ് ഹെൽമിന്തസ് വരുന്നു, അനലിറ്റ്സ് വരുന്നു, ആർത്രോപോഡ്സ് വരുന്നു, മൊളസ്ക വരുന്നു. എക്കിനോഡെർമസിനകത്ത് നമ്മൾ റേഡിയൽ സിമെട്രി കാണുന്നു, സ്റ്റാർ ഫിഷ് ആണ്. പിന്നെ കോഡേറ്റ്സിലൊക്കെ മിക്കവാറും എല്ലാത്തിനകത്തും നമ്മൾ ബൈലാറ്ററൽ സിമെട്രിയാണ് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനും പറഞ്ഞു, ബൈലാറ്ററൽ സിമെട്രിയും പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞു. ഓർക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തു നിന്നും ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസൊക്കെ വേണമെങ്കിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് സീലോം ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫൈലം സിലിൻഡ്രേറ്റ, ഇതിനകത്ത് ജനറൽ ക്യാരക്ടേഴ്സും അതേപോലെ ഓരോ ക്ലാസ്സുകളുമുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മളതിരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം വീഡിയോസ് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.